ദ ആണോ ദി ആണോ THE എന്നുള്ളതിൻ്റെ പ്രൊനൗൺസിയേഷൻ പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു വാക്കാണത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് THE എന്ന് പറയുന്നത്. അത് നമ്മളൊരു വവൽ സൗണ്ട് വരുന്ന ഒരു വേർഡിൻ്റെ ഫ്രണ്ടിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദി എന്നും, കോൺസണൻറ്റ് സൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ എന്നുമാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ രണ്ട് സൗണ്ട്സ് ആണ് മേജർലി വരുന്നത്, വവൽ സൗണ്ട്സ് ആൻഡ് കോൺസണൻറ്റ് സൗണ്ട്സ്. നമുക്കറിയാം AEIOU ആണ് വവൽ സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ്, ആൻഡ് റെസ്റ്റ് ഓഫ് ദം ആണ് കോൺസണൻറ്റ് സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ലെറ്റർ O, അതൊരു വവൽ സൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയും, ദി ഓറഞ്ച്. ഇനി ആപ്പിൾ, അതൊരു വവൽ സൗണ്ട് ആണ്, അപ്പോൾ നമ്മൾ പറയുന്നത് ദി ആപ്പിൾ എന്നാണ്. നേരെ മറിച്ച് ക്യാറ്റ്, C വെച്ചാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ കോൺസണൻറ്റ് സൗണ്ട് ആണ്. അതിനെ നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ചാൽ ദ ക്യാറ്റ്, ദ ഡോഗ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വവൽ സൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ദിയും കോൺസണൻറ്റ് സൗണ്ടിൻ്റെ ഫ്രണ്ടിൽ ദ എന്നുമാണ് നമ്മൾ THE എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇനി ഇതിനൊരു എക്സെപ്ഷണൽ കേസ് വരുന്നത്, നമ്മളൊരു സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുമ്പോൾ, അതായത് വൺ ഓഫ് ദി ബെസ്റ്റ്, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹയസ്റ്റ് ഓർ ദി ലോവസ്റ്റ് ക്വാളിറ്റീസ് നമ്മൾ പറയാനായിട്ട് ഉപയോഗിക്കുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന്, അവിടെയും പ്രൊനൗൺസിയേഷൻ വരുന്നത് ദി എന്നാണ്. ഓക്കെ, അപ്പോൾ അത് ഇനി അടുത്ത തവണ പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺവെർസേഷൻസിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.